പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ ദുരൂഹ മരണത്തിൽ വീഴ്ച തിരുത്താൻ ആഭ്യന്തര വകുപ്പ്. സിബിഐക്ക് അന്വേഷണത്തിന്റെ രേഖകൾ ഉടൻ കൈമാറും. സ്പെഷ്യൽ സെൽ ഡിവൈഎസ്പി എസ് ശ്രീകാന്ത് ഇന്ന് ഡൽഹിക്ക് പോകും. വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നുണ്ട്. ടിൻഡു, ഈ വെറ്റിനറി സർവകലാശാലയിൽ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വിശദാംശങ്ങൾ. അതിര സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട സിബിഐ അന്വേഷണം ഉടൻ പ്രഖ്യാപിക്കും. അതായത് സിബിഐ അന്വേഷണം ഉടൻ നടത്തുമെന്നൊക്കെയായിരുന്നു സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചത്. സിദ്ധാർത്ഥ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പരാതി നൽകിയിരുന്നു. തുടർന്ന് സിദ്ധാർത്ഥന്റെ മരണം സിബിഐക്ക് കൈമാറുകയാണെന്നുള്ള വിജ്ഞാപനം ഇറക്കി. പക്ഷേ ഒരാഴ്ചയിലധികം പിന്നിട്ടിട്ടും ഈ വിഷയത്തിൽ കാര്യമായ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ നമ്മൾ ഈ വാർത്ത രാവിലെ പുറത്തുവിട്ടതിന് ശേഷമാണ് ആഭ്യന്തര വകുപ്പും സർക്കാരും ഒന്ന് ഇളകി തുടങ്ങിയതെന്ന് വേണം മനസ്സിലാക്കാൻ. സ്പെഷ്യൽ ഡിവൈഎസ്പി ഇന്ന് ഡൽഹിയിലേക്ക് തിരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെയൊക്കെ വാർത്തകളിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ വിജ്ഞാപനം ഇറക്കിയതല്ലാതെ സിബിഐക്ക് ആഭ്യന്തര വകുപ്പ് പെർഫോമ കൈമാറിയിരുന്നില്ല. സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് കേരള പോലീസിന്റെ പക്കലുള്ള വിവരങ്ങളും അതുപോലെ തന്നെ മറ്റു വിശദാംശങ്ങളും മറ്റു രേഖകളൊന്നും കൈമാറിയില്ലായിരുന്നു. ഇതൊരു വലിയ വീഴ്ചയായിരുന്നു. തുടർന്നാണ് സിദ്ധാർത്ഥന്റെ അച്ഛൻ ഇന്നലെ കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരനെ നേരിട്ടെത്തി കണ്ട വിഷയങ്ങൾ അറിയിച്ചിരുന്നു. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയിൽ ഈ വിഷയത്തിലുണ്ടായ വീഴ്ച ഇന്ന് രാവിലെ തന്നെ മാധ്യമങ്ങളോടൊക്കെ പ്രതികരിച്ചിട്ടുണ്ട്. അപ്പം ഈ വിഷയം, അതായത് സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് സർക്കാർ ഒളിച്ചു കളിക്കുകയാണ്. സർക്കാരും അതുപോലെ നമുക്കറിയാം SFIയുടെ ക്രൂര പീഡനത്തിന് വിധേയനായാണ് സിദ്ധാർത്ഥ മരിച്ചത്. സിദ്ധാർത്ഥന്റെ മരണത്തിന് അതൊക്കെയാണ് കാരണം. ഒരുപക്ഷെ ഇതൊക്കെ മറച്ചു വെക്കാൻ വേണ്ടി സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ അല്ലെങ്കിൽ ഇടതു സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ അനാസ്ഥയാണ്. ഈ അനാസ്ഥയ്ക്ക് കാരണമാണ് അത്രയും ഇങ്ങനെ ഈ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരാതെ അല്ലെങ്കിൽ യഥാർത്ഥ കാരണങ്ങൾ എന്താണെന്ന് പുറത്തു വരാതെ ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കൂടെയാണ് സിദ്ധാർത്ഥന്റെ അച്ഛൻ പിന്നെയും വീണ്ടും പരാതിയുമായി രംഗത്ത് വരുന്നത്. എന്തായാലും ഈ വിഷയങ്ങൾ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് കേരള പോലീസിന്റെ പക്കലുള്ള വിവരങ്ങൾ ഉടനെ തന്നെ സിബിഐക്ക് കൈമാറും. അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നതോടൊപ്പം തന്നെ വിജ്ഞാപനം മാത്രമാണ് ഇറക്കിയിട്ടുള്ളത്. രേഖകൾ കൈമാറിയിട്ടില്ല. അതും ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്ന് വീഴ്ച തന്നെയാണ്. ഈ വീഴ്ച മറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ഒരുപക്ഷെ ഉടനടി തന്നെ തീരുമാനമെടുത്തിട്ടുള്ളത്. എന്തായാലും സിദ്ധാർത്ഥന്റെ മരണം സിബിഐ അന്വേഷിക്കുക തന്നെ ചെയ്യും. സിബിഐക്ക് കൂടുതൽ വിവരങ്ങൾ കൈമാറും. പെർഫോമ ഉടനെ കൈമാറുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആതിര, ശരി, അത് തന്നെയാണ്. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ ദുരൂഹ മരണത്തിൽ വീഴ്ച തിരുത്താൻ ആഭ്യന്തര വകുപ്പ്. സിബിഐക്ക് അന്വേഷണത്തിന്റെ രേഖകൾ ഉടൻ കൈമാറും. സ്പെഷ്യൽ സെൽ ഡിവൈഎസ്പി എസ് ശ്രീകാന്ത് ഇന്ന് ഡൽഹിക്ക് പോവുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ടിൻഡു ദാസ്.